ഇപ്പോൾ അഖിലേഷ് യാദവ് ദേശീയ നേതാക്കളുടെ ഒരു വലിയ ഒഴുക്കാണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് എത്തുന്നു, അവിടേക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു ആവശ്യകത, വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം അത് ആവശ്യപ്പെടുന്നു എന്നത് ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ച, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത നേതാവിൻ്റെ വിയോഗവേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അവിടേക്ക് എത്തുന്ന ദേശീയ നേതാക്കൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നതും ആ ഒരു സന്ദർഭമാണ്. വിഷ്ണു, തുടരാം. കാവ്യ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇവിടെ അത്യന്തം വികാരഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. വിദ്യാർത്ഥികളുടെ ആ ഒരു മുദ്രാവാക്യങ്ങളിലേക്ക് നമ്മൾ കേട്ടതാണ്. കാരണം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ആ നേതാവ് എക്കാലത്തും വിദ്യാർത്ഥികൾക്ക് വലിയ വിപ്ലവ വീര്യത്തിൽ ഊർജം പകർന്ന് നൽകുന്ന നേതാവാണ്. പ്രത്യേകിച്ച് JNU ക്യാമ്പസിലായാൽ പോലും വലിയ തോതിൽ വിദ്യാർത്ഥികളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രിയ നേതാവിൻ്റെ ആ ഒരു അവസാന നിമിഷങ്ങളിൽ പോലും ഇത്തരത്തിൽ തൊണ്ടമാറുപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. സംഘടനാ പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. SFI വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ആകെ വികാരഭരിതമായിട്ടുള്ള ഒരു സമയത്ത് കൂടി തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇപ്പോൾ അഖിലേഷ് യാദവാണ് സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ മുതിർന്ന നേതാക്കളുടെ വലിയ നിര തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് അത്തരത്തിൽ എല്ലാ നേതാക്കളും മുന്നോട്ടേക്ക് എത്തുന്നത്. കാരണം സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു അതികായൻ, അത്രത്തോളം തലയെടുപ്പുള്ള നേതാവ്, ഇത്രത്തോളം തലയെടുപ്പുള്ള നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിൽ അവസാനമായി അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് നേതാക്കളെ എത്തുന്നത്. രാവിലെ സോണിയാഗാന്ധി എത്തിയിരുന്നു. സോണിയാഗാന്ധിയുമായിട്ടൊക്കെ വളരെ ആത്മബന്ധം വെച്ച് പുലർത്തിയിരുന്ന നേതാവാണ് സീതാറാം യെച്ചൂരി. സോണിയാഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയുന്നത്, സീതാറാം യെച്ചൂരി ആശുപത്രിയിലാകുന്ന അന്ന് വൈകിട്ട് സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ ചെന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയാണ് ഇത്തരത്തിൽ ന്യൂമോണിയ ബാധയുള്ള യെച്ചൂരിക്ക് ആശുപത്രിയിലേക്ക്, എയിംസിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത് എന്നൊരു കാര്യം വിഷ്ണു തലവൂർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള വ്യക്തികളുമായി സീതാറാം യെച്ചൂരിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ്. അത് ഏറ്റവും അധികം ഉണ്ടായിരുന്നു സോണിയാഗാന്ധി, അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കന്മാരുമായും. ഒരുപക്ഷെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഒക്കെയും ഒരു ആവശ്യകത, അത് ദേശീയ തലത്തിൽ ബോധ്യപ്പെടുത്തിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ നഷ്ടമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നികത്താനാകാത്ത ഒരു നഷ്ടമാണ്. ആ നിലയ്ക്കാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ, മറ്റെല്ലാ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു ഘട്ടത്തെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു ആവേശത്തെക്കുറിച്ചാണ്. എക്കാലവും സീതാറാം യെച്ചൂരിക്ക് ആവേശമായതും ഊർജ്ജമായതും വിദ്യാർത്ഥികളാണ്. തിരിച്ച് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം ആവേശമായ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി. ആ നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർത്തെടുക്കേണ്ടത് ഈ ഘട്ടത്തിൽ. വിഷ്ണു പറഞ്ഞുകൊണ്ടിരുന്നത് സോണിയാഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധത്തെ അല്ലെങ്കിൽ വ്യക്തിബന്ധത്തെ കുറിച്ചായിരുന്നു. വിഷ്ണു, തുടരാം. കാവ്യ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സോണിയാഗാന്ധിയുമായി അത്തരത്തിൽ വളരെ വ്യക്തിബന്ധം വെച്ച് പുലർത്തിയ ഒരു നേതാവ്. സോണിയാഗാന്ധിയുമായി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും തികച്ചും വ്യക്തിബന്ധം, വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ്. എപ്പോഴും ഒരു സൗമ്യതയോടുകൂടി മാത്രമാണ് നമുക്ക് യെച്ചൂരിയെ കാണാൻ കഴിയുന്നത്. ഒരു സന്ദർഭത്തിൽ പോലും
ക്ഷോഭിച്ച ചിരി സംസാരിക്കാറില്ല. വളരെ നിറഞ്ഞ ചിരിയോടെ, അത് എത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പോലും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ചിരിച്ച മുഖത്തോടു കൂടി വളരെ ഏറ്റവും സൗമ്യതയോടു കൂടി മാത്രമാണ് യെച്ചൂരി ഓരോ തവണയും പ്രതികരിച്ചിട്ടുള്ളത്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് പോലും. ഒരു വ്യക്തിത്വത്തിൽ പോലും ഒരിക്കലും കടന്നാക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട്, ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എവിടെയും ആ ഒരു നിലപാടുകൾ ഉറച്ചു തന്നെ പറയുന്ന സീതാറാം യെച്ചൂരിയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സീതാറാം യെച്ചൂരി എന്ന ആ വ്യക്തിയെ ഈ ഒരു രാഷ്ട്രീയ സമൂഹം ഇത്രത്തോളം ബഹുമാനിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ നേതാക്കളൊക്കെ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് യെച്ചൂരിയുമായുള്ള 300 ഓർമ്മകളാണ് ഓരോ നേതാക്കൾക്കുമുള്ളത്. അത് സമകാലീനരായിട്ടുള്ള നേതാക്കൾക്ക് മാത്രമല്ല, പുതുതലമുറ നേതാക്കൾ. ശരി, വിഷ്ണുവിലേക്ക് തിരിച്ചെത്താം. വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് 3:15 വരെ പൊതുദർശനം